നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ നമ്മളിങ്ങനെ ആളിക്കത്തുമായിരുന്നു. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ ആളിക്കത്തി 2 സൈനിങ് നടത്തി ഓൾമോസ്റ്റ് 96.5 മില്യൺ പൗണ്ട്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. നമ്മളെല്ലാവരും ആവേശത്തിലായിരുന്നു, നമ്മളെല്ലാവരും ഇനിയോസിന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കുറച്ച് അത്ര നല്ല ഫ്ലുവൻ്റായിട്ട് പോകുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര നിരാശയാണ്. ഇനിയോസിനെയൊക്കെ ചീത്ത പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡീൽസിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ നമ്മൾ പല ഡീൽസിൽ നിന്നും പിന്മാറുന്നു. നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്ന ഉദ്ദേശിച്ചിരുന്ന പ്ലെയേഴ്സിൻ്റെ ഡീലിൽ നിന്ന് മറ്റ് ക്ലബ്ബുകൾ പിന്മാറുന്നു. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം യുണൈറ്റഡിൻ്റെ ആ ഒരു നെഗോസിയേഷൻ ടീമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള മെയിൻ കാരണം ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ യുണൈറ്റഡിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലെ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യുണൈറ്റഡിന് ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡിനെ പറ്റി ഒരു ഇംപ്രഷനുണ്ട്. അത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നത് നമ്മുടെ എഡ് വുഡ്വാർഡ്, അതുപോലെ തന്നെ റിച്ചാർഡ് അർണോൾഡ്, അതുപോലെ ജോൺ മേർട്ടർ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം കൂടിയാണ് യുണൈറ്റഡിന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. ഇവന്മാരെ ഈ രീതിയിൽ ഡീൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവന്മാർ ഓവർ പേ ചെയ്യും, അതുപോലെ ഇവരുടെ പ്ലെയേഴ്സിനൊന്നും വലിയ വാല്യൂ കൊടുക്കാതെ തന്നെ നമുക്ക് ചുളുവിന് അടിച്ച് മാറ്റാം. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ മറ്റവന്മാർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ എത്ര നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞാലും അവർ സ്ട്രഗിൾ ചെയ്യും. അവർ ആ ഒരു വേറൊരു ഐഡൻറ്റിറ്റി ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് സീസൺ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പല ഡീൽസിൽ നിന്നും നമ്മൾ പിന്മാറും. അങ്ങനെ സ്ട്രോങ്ങറായിട്ടുള്ള പല ഡിസിഷനും നമ്മൾ എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മേളിലുള്ള ഈ ഒരു തരത്തിലുള്ള ഇംപ്രഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഡിലിറ്റിൻ്റെ ആ ഒരു ഡീലുണ്ടല്ലോ, ബയണുമായിട്ടുള്ള ആ ഒരു ഡിലിറ്റ് മസ്രാവി ആ ഒരു കമ്പൈൻഡ് ഡീൽ, ആ ഒരു ഡീലിൽ മസ്രാവിയുടെ 15 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്ന ഫീ വലിയ കുഴപ്പമില്ല. പക്ഷേ 42 മില്യൺ പൗണ്ട്സ് ആണ് ഡിലിറ്റിന് വേണ്ടി ചോദിക്കുന്നത്. 5 പൈസ പോലും ബയൺ കുറയ്ക്കത്തില്ല. ബയൺ ജൊനാഥൻ താഴെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു ബയർ ലെവർക്യൂസൻ്റെ. അപ്പോൾ ആ ഒരു പ്ലെയറിന് വേണ്ടി ഇനീഷ്യലി ഈ ഒരു ബയർ ലെവർക്യൂസൻ ആസ്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 40 മില്യൺ യൂറോസ് ആയിരുന്നു. ഏകദേശം 34 മില്യൺ പൗണ്ട്സ് എന്നൊക്കെ പറയാവുന്ന ഒരു 40 മില്യൺ യൂറോസ്. ഇപ്പം നെഗോസിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 20-25 മില്യൺ പൗണ്ട്സ് ആഡോൺസ് എല്ലാം കൂടെ കൂട്ടി 20-25 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീൽ ശരിക്കും പറഞ്ഞാൽ ബയർ ലെവർക്യൂസനും ബയൺ മ്യൂണിച്ചും തമ്മിൽ എഗ്രി ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഓഫർ അവർക്ക് ആ ഒരു നെഗോസിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ആ ഒരു പ്രൈസിലൊക്കെ എത്തിച്ചു. പക്ഷേ ബയൺ സ്വന്തം പ്ലെയറിനെ അവർക്ക് വേണ്ടാത്ത ഡിലിറ്റിനെ വിറ്റൊഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു 5 പൈസ പോലും അമ്മമാർ കുറയ്ക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ സ്ട്രോങ്ങർ ഡിസിഷൻ, ഇപ്പോൾ എത്ര വലിയ പ്ലെയറാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ സ്ട്രോങ്ങർ ഡിസിഷൻ എടുത്ത് ഡീലിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ടുള്ള പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഇംപ്രഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. വാൻ ബിസാക്കയുടെ ഡീൽ നോക്കിയോ, വാൻ ബിസാക്കയുടെ ഡീലിൽ വാൻ ബിസാക്കയ്ക്ക് ആ ഒരു ഒരു യുണൈറ്റഡിലെ ആ ഒരു വേജസ് ഉണ്ടല്ലോ. ഇപ്പം വാൻ ബിസാക്ക ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് മുതൽ പുള്ളിയുടെ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്ന സമയം വരെയുള്ള ആ ഒരു വേജസ് വാൻ ബിസാക്ക ചോദിക്കുന്നുണ്ട് യുണൈറ്റഡിനോട്. അത് യുണൈറ്റഡ് ഈ ഒരു 18 മില്യൺ വെസ്റ്റാം ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രൈസിൽ നിന്ന് എടുത്ത് കൊടുക്കണം. നല്ല വേജസിലാണ് ഇപ്പം പുള്ളി ഉള്ളത്. അപ്പോൾ യുണൈറ്റഡ് ആ ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. വാൻ ബിസാക്ക പറയുന്നത് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇപ്പം വെസ്റ്റാമിലോട്ട് എനിക്ക് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണേ മതി, ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേനും ഫ്രീ ഏജൻറ്റായിട്ട് ഏതെങ്കിലും ക്ലബ്ബിൽ പോയിക്കോളാം. അവിടെ ചെല്ലുമ്പോൾ ഫ്രീ ഏജൻറ്റായിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേനും അവർക്ക് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അവരെനിക്ക് കാശ് തന്നോളൂ, ഞാൻ അതുമായിട്ട് മേടിച്ച് സുഖമായിട്ട് ഞാൻ ജീവിച്ചോളാം. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വാൻ ബിസാക്കയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് യുണൈറ്റഡിൻ്റെ ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തി ചിലപ്പം നടക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ മക്ടോമിനയുടെ കാര്യം നിങ്ങൾ നോക്കിയോ, മക്ടോമിനയ്ക്ക് വേണ്ടി ഒരു 25 മില്യൺ പൗണ്ട്സ് പോലും തരാനായിട്ട് ഫുള്ളാം തയ്യാറല്ല. 20 മില്യൺ അതിൽ കൂടുതൽ ഞങ്ങൾ തരത്തില്ല, അവർ ഡീലിൽ നിന്ന് പിന്മാറി കഴിഞ്ഞു എന്ന് ഓൾറെഡി ഇപ്പം എല്ലാ വലിയ ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എമിൽ സ്മിത്ത് റോയ്ക്ക് വേണ്ടി 34 കൊടുക്കാം. നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് നോക്കിയോ, കോണർ ഗാലഗറിന് 40 മില്യൺ യൂറോസൊക്കെ ഓഫർ ചെയ്തു. അപ്പം നമ്മൾ അവരുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും 20 മില്യന് നമ്മൾ സ്കോട്ട് മക്ടോമിനെ വിൽക്കുന്നത് മണ്ടത്തരം തന്നെയാണ്. നമുക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ 10 ഗോളാണ് ഈ ഒരു മനുഷ്യൻ അടിച്ചിരിക്കുന്നത്. നമ്മൾ പല ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടി നിന്ന പല സമയത്തും ഈ മനുഷ്യൻ നമ്മുടെ രക്ഷകനായിട്ടുണ്ട്. അതുകൊണ്ടൊരു 25 മില്യന് താഴെ വിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. നല്ല ഡിസിഷനാണ്. അവർ പിന്മാറട്ടെ, വേണമെങ്കിൽ തിരിച്ചു വരിക, 25 മില്യൺ തരിക, വണ്ടി എടുത്തുകൊണ്ട് പോവുക. അപ്പം നമ്മുടെ
ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യം നോക്കിയാൽ ജേഡൻ സാൻചോയെ നമുക്ക് എങ്ങനെയും വിൽക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ ഒരു പ്രതീക്ഷയും പയ്യെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പി എസ് ജിയും യുവൻറ്റസും ചെറിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിനിടയ്ക്ക് പി എസ് ജിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ അവരുടെ കയ്യെ കാലെ പിടിച്ച് എൻ്റെ പൊന്നാശാനെ ഒന്ന് സൈൻ ചെയ്യുന്നുള്ള രീതിയിൽ ഇവർ കയ്യെ കാലെ പിടിച്ച് നടക്കുന്ന രീതിയിലാണ് പി എസ് ജിയുടെ ആറ്റിറ്റ്യൂഡ്. അവർ ഇപ്പം യുണൈറ്റഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറൈസ് ചെയ്ത് ഈ പ്ലെയറിനെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം പി എസ് ജി പറയുന്നു പ്രൈസ് പറ. അപ്പോൾ യുണൈറ്റഡ് ഒരു പ്രൈസ് പറയുന്നു, നോക്കട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പി എസ് ജിക്ക്. വേണം, ചുമ്മാ ചുളിവിലടിക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിക്കാം, അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ ആ ഒരു ഡീല് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ ഡീല് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹാർഡറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അൺപോപ്പുലർ ആയിട്ടുള്ള കുറേ ഡിസിഷൻസ് ഒക്കെ നമ്മൾ നടത്തിയേ പറ്റത്തുള്ളൂ. അതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഉഗാർത്തയുടെ ഡീലിൽ നിന്ന് നമ്മളിപ്പോൾ പിന്മാറിയിട്ടുണ്ടെന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പി എസ് ജിയെ പ്രൈസ് താഴ്ത്തി കുറച്ചെടുപ്പിക്കാനുള്ള തന്ത്രമാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു പിന്മാറൽ. വേണമെങ്കിൽ വരിക, ഞങ്ങൾ മേടിക്കാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ പ്രൈസ്, ഞങ്ങളുടെ ഡിമാൻഡ്സിന് നിങ്ങൾ വഴങ്ങി തരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കോമൺ ഗ്രൗണ്ട് ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഉഗാർത്തയുടെ ഡീലിൽ നിന്ന് പിന്മാറിയ ഉടനെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ നാട്ടിലുള്ള മുഴുവൻ മിഡ്ഫീൽഡേഴ്സുമായിട്ട് യുണൈറ്റഡിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. സാണ്ടർ ബർജ് പോണക്കത്തെ ബേൺലിയുടെ കൂട്ടത്തിൽ ബേൺലിയുടെ കൂട്ടത്തിലും ഷെഫീൽഡിൻ്റെ കൂട്ടത്തിലും റെലിഗേറ്റായ മിഡ്ഫീൽഡറിനെയൊക്കെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. പിന്നെ ഫൊഫാന, നമ്പർ 8 ആയിട്ടുള്ള ഫൊഫാനെ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് മിഡ്ഫീൽഡറിനെ ശ്രദ്ധിച്ചു. അപ്പം സാണ്ടർ ബർജും ഫൊഫാന ഇവരൊക്കെ കൂടുതൽ ഒരു നമ്പർ 8 റോളിൽ കളിക്കാൻ പറ്റുന്ന ഡിഫൻഡേഴ്സാണ്, അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ലിവർപൂളിനെതിരെ കണ്ടതാണ് നമ്മുടെ ഒരു വീക്ക്നെസ്. എന്താണ് നമ്മുടെ വീക്ക്നെസ്? നമ്മൾ ട്രാൻസിഷൻസിൽ നമ്മൾ ഭയങ്കര മോശമാണ്. ട്രാൻസിഷൻസിൽ നമ്മുടെ ഡിഫൻസ് ഓപ്പൺ ആകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡിഫൻഡേഴ്സിനെ നോക്കി ആകെപ്പാടെ നമുക്കുള്ളൊരു നല്ല ഡിഫൻഡർ എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് മാത്രമേ ഉള്ളൂ. യൂറോയെ സൈൻ ചെയ്ത യൂറോ ആശുപത്രി കിടക്കയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡിഫൻസിന് ഒരു ഷീൽഡായിട്ടൊരു മനുഷ്യൻ അവിടെ വേണം, കുറച്ചുകൂടെ ഡിഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഉഗാർത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഒരു എന്നാ പറയുന്നത്, കസമീറോയുടെ ഒരു അപ്ഗ്രേഡ്, അല്ലെങ്കിൽ കസമീറോയുടെ ഒരു യങ്ങർ വേർഷൻ പോലെ ഉഗാർത്തെ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഈ ഒരു സാണ്ടർ ബർജ് പോണക്കത്തെ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ഫൊഫാന പോണക്കത്തെ പ്ലേയേഴ്സ്, ഇവരൊക്കെ ടെക്നിക്കലി ഏബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് ഫേസിലൊക്കെ യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്യും, ബോൾ അല്ലെങ്കിൽ പൊസഷൻ ഹോൾഡ് ചെയ്യാനും ബോൾ പ്രോഗ്രസ് ചെയ്യാനും ബോൾ ക്യാരി ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ ഒരു ലോങ് പാസ് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ആ ഒരു ഡബിൾ പിവറ്റിൽ കളിക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ടെൻഹാഗിൻ്റെ ഒരു സിസ്റ്റത്തിൽ എപ്പോഴും കുറേ കൂടെ ഡിസ്ട്രപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രോയർ സോർട്ട് ഓഫ് മിഡ്ഫീൽഡർ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സാണ്ടർ ബർജോ അല്ലെങ്കിൽ ഫൊഫാനയൊന്നും നമ്മുടെ ആ ഒരു പ്രോപ്പർ നമ്പർ 6 ഡിസ്ട്രോയർ റോളിന് പറ്റിയ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാണ്ടർ ബർജിന് അപ്പോൾ ആദ്യം ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലെ പുള്ളിയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 13 മില്യൺ പൗണ്ട്സ് ആണ്. അപ്പം ആദ്യം റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 20 മില്യൺ പൗണ്ട്സിനൊക്കെ യുണൈറ്റഡിന് കിട്ടും. 100K പെർ വീക്കിനൊക്കെ താഴെ ഒരു വേജസ് ഒക്കെ കൊടുത്ത് ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ കേട്ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ കണ്ടീഷനിൽ നമുക്ക് വേറെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ഓപ്ഷന് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓപ്ഷന് പോകാം. പക്ഷേ ഇപ്പം പറയുന്നത് ബേൺലിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത്, യുണൈറ്റഡ് അവിടെ ഈ ഒരു പ്ലെയറിനുമായിട്ട് ലിങ്ക് ചെയ്തപ്പം ബേൺലിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 30 മില്യൺ പൗണ്ട്സാണ്. 30 മില്യൺ പൗണ്ട്സിന് ഈ ഒരു പ്ലെയറിനെ നമ്പർ 6 ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ദുരന്തമായിരിക്കും. ലിവർപൂൾ കഴിഞ്ഞ സീസണിൽ എൻഡോയെ കൊണ്ടുവന്നു, പക്ഷേ എൻഡോ മച്ച് ചീപ്പറായിരുന്നു. അപ്പം അവർക്ക് വേണ്ട തരത്തിലുള്ള പ്ലെയർ ആയിരുന്നു, മച്ച് ചീപ്പറായിരുന്നു. പക്ഷേ ചീപ്പർ ഓപ്ഷൻ അല്ലെങ്കിൽ സാണ്ടർ ബർഗിന് വേണ്ടി പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫൊഫാനയുടെ കാര്യത്തിലും എനിക്ക് തോന്നുന്നില്ല AC മിലാനിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ നമ്മൾ പല മിഡ്ഫീൽഡേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്ലൂമനീസിൻ്റെ ആന്ധ്ര, അതുപോലെ തന്നെ റിച്ചാർഡ് റിയോസ് പാൽമരാസിൻ്റെ റിച്ചാർഡ് റിയോസിനെ ഒക്കെ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അറിയാം. ഇതൊക്കെ എനിക്ക് തോന്നുന്ന കൂടുതലും നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇപ്പോഴും ഉഗാർത്തെ തന്നെയാണ്. ഉഗാർത്തയുടെ ഡീലിലേക്ക് എത്തിപ്പെടാനുള്ള യുണൈറ്റഡിൻ്റെ പല അടവുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് ടാർഗറ്റ്സിനെയൊക്കെ നമ്മൾ ഈ മുന്നോട്ടിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. PSG ഒരു നെഗോസിയേഷൻ നടത്തും, ലോൺ ഓപ്ഷൻ പ്ലസ് ബൈ എന്നുള്ള ഒരു ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിൽ വരും, കുറേ കൂടെ പ്രൈസൊക്കെ കുറയ്ക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പോൾ പിന്നെ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ മാറി നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ജിം റാഡ്ക്ലിഫ് പുള്ളി വന്നപ്പോൾ മുതൽ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു 1 ലക്ഷം ആളുകളെ കൊള്ളിക്കുന്ന ഒരു വമ്പൻ സ്റ്റേഡിയം, ഒരു വമ്പൻ പ്രോജക്റ്റ് പുള്ളി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഓൾഡ് ട്രാഫോർഡ് റീജനറേഷൻ ടാസ്ക് ഫോഴ്സിനെയൊക്കെ വെച്ചിട്ട് പുള്ളി അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ച് ഒരു പുതിയ സ്റ്റേഡിയം ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. 2 ബില്യൺ, ഓൾമോസ്റ്റ് 2 ബില്യണോളം നമുക്ക് സ്പെൻഡ് ചെയ്ത് ഒരു 1 ലക്ഷം കപ്പാസിറ്റി ഉള്ള ഒരു വമ്പൻ പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഓൾഡ് ട്രാഫോർഡിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത്, യുണൈറ്റഡിൻ്റെ സ്ഥലത്ത് തന്നെയായിരിക്കും നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് കേട്ടത്.
പക്ഷേ നമ്മുടെ പഴയ സ്റ്റേഡിയം എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ പഴയ സ്റ്റേഡിയം ഇപ്പോൾ ഏകദേശം 75,000 കപ്പാസിറ്റി പഴയ സ്റ്റേഡിയത്തിനുണ്ട്. ആ ഒരു 75,000 കപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഒരു 30,000 കപ്പാസിറ്റി ആക്കി ബാക്കി നമ്മുടെ ഈ ആ ഒരു സ്റ്റേഡിയം നമ്മുടെ അക്കാഡമിക്കും അതുപോലെ തന്നെ നമ്മുടെ വിമൻസ് ടീമിനുമൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹോമാക്കി മാറ്റാനാണ് യുണൈറ്റഡിൻ്റെ ഉദ്ദേശം എന്നൊക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്ലാനും കാര്യങ്ങളും ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ജിം റാഡ്ക്ലിഫ് ഡിസംബർ വരെയുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട് ടാസ്ക് ഫോഴ്സിന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു ഫൈനൽ രൂപരേഖയൊക്കെ അല്ലെങ്കിൽ റോഡ് മാപ്പ് അല്ലെങ്കിൽ എങ്ങനായിരിക്കും സ്റ്റേഡിയം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഫൈനൽ പ്ലാനും കാര്യങ്ങളും ഡിസംബറിനുള്ളിൽ തയ്യാറാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് യുണൈറ്റഡിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നം പിന്നെ കമൻ്റായിട്ട് ഇടുക.